ഇടുക്കി DCC യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ഏകാധിപതിയെപ്പോലെയാണ് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പെരുമാറുന്നതെന്ന് ചില നേതാക്കൾ പറഞ്ഞു. ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവായ തുകയുടെ കണക്ക് അടിയന്തരമായി പുറത്തുവിടണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ PT തോമസ് സ്വീകരിച്ച നിലപാടുകൾ പരാജയ കാരണമായതായി റോയ് അനുകൂലികൾ ആരോപിച്ചു. ഇടുക്കി DCC ഓഫീസിൽ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ DCC പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് പലപ്പോഴും റോയ് കെ പൗലോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് PT വിഭാഗം നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ സീറ്റ് PJ ജോസഫിന് കൊടുത്തതു മുതൽ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് നിഷ്ക്രിയ സമീപനമാണ് ഉണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സമീപനമാണ് റോയ് കെ പൗലോസ് സ്വീകരിച്ചത്. തനിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടാണ് DCC പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. അതേസമയം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും PT തോമസ് സ്വീകരിച്ച നിലപാടുകളുമാണ് പരാജയ കാരണമെന്ന് റോയ് കെ പൗലോസ് വിഭാഗം ആരോപിച്ചു. എന്നാൽ പാർട്ടിയാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നായിരുന്നു M. ലിജുവിന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ട് ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത്തരം അഭിപ്രായങ്ങളും എല്ലാം സമന്വയിപ്പിച്ച് ഒരു പാർട്ടി എന്ന നിലയിൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിന്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ച സുരേഷ് ബാബു കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ ഇടുക്കി.